യുക്രൈനുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇറാനുമായി കൈകോർക്കാനുള്ള റഷ്യൻ നീക്കത്തിൽ കനത്ത ആശങ്ക പങ്കുവച്ച് ബ്രിട്ടനും അമേരിക്കയും. യുക്രൈനിൽ ബോംബിടാൻ ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയതിന് പകരമായി റഷ്യ ഇറാനുമായി ആണവ രഹസ്യങ്ങൾ പങ്കുവച്ചുവെന്ന റിപ്പോർട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും വിഷയത്തിൽ ആശങ്ക ഉയർത്തിയത്. ഇറാൻ അണുബോംബ് നിർമ്മിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇരു രാജ്യങ്ങളും സൈനിക സഹകരണം ശക്തമാക്കിയതെന്ന് ബൈഡനും സ്റ്റാർമറും ചൂണ്ടിക്കാട്ടി. ആണവ സാങ്കേതിക വിദ്യ ഇറാന് ലഭിക്കുന്ന തരത്തിലുള്ള വ്യാപാരികളിലെ അപകട സാധ്യതയും ഉച്ചകോടിയിൽ ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച US വിദേശകാരി ആന്റണി ബ്ലിങ്കൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ലണ്ടൻ സന്ദർശിച്ചപ്പോഴും സമാന ആശങ്കകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇറാന് റഷ്യയിലേക്ക് മിസൈൽ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ചർച്ചകൾ പുരോഗമിച്ചത്. ഇതിന്റെ ഭാഗമായി ആണവ പ്രശ്നങ്ങളും ചില ബഹിരാകാശ വിവരങ്ങളും ഉൾപ്പെടെ ഇറാൻ തേടുന്ന സാങ്കേതിക വിദ്യ റഷ്യ പങ്കിടുന്നു. ഇത് 2 വഴിയുള്ള തെരുവാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഇത് ലോകമെമ്പാടും വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നും ബ്ലിങ്കൻ ആരോപിച്ചു. ഇറാന്റെ അത്യധികം സമ്പുഷ്ടമായ യുറേനിയം ശേഖരണത്തെക്കുറിച്ച് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സംയുക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുറേനിയം ശേഖരണം ഗണ്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും 4 ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പാകത്തിന് അവ വളർന്നിരിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാന് എത്രത്തോളം സാങ്കേതിക പരിജ്ഞാനമുണ്ടെന്നോ അത്ര വേഗത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്നോ വ്യക്തമല്ല. പരിചയസമ്പന്നരായ റഷ്യൻ വിദഗ്ധരുമായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ഉപയോഗിക്കുന്നത് നിർമ്മാണ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും. എന്നാൽ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്.